ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ യാത്ര അങ്ങനെ തുടങ്ങുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് റെയ്സ് മേക്കേഴ്സ് ഫോർട്ടിലേക്കാണ്. ഇപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണിതിട്ട ഒരു അതിമനോഹരമായ ഒരു കോട്ടയാണ് റെയ്സ് മേക്കേഴ്സ് ഫോർട്ട്. ഇപ്പോൾ അഞ്ജുന ബീച്ചിൽ നിന്ന് 15 കിലോമീറ്ററാണ് ദൂരം കാണിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റെയ്സ് മേക്കേഴ്സ് ചാപ്പലും റെയ്സ് മേക്കേഴ്സ് ചർച്ചും ഒക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് റെയ്സ് മേക്കേഴ്സ് ഫോർട്ട്. ഈ കോട്ട നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മണ്ടോവി നദിയുടെ വടക്കേ അഴിമുഖത്താണ്. അപ്പോൾ അറബിക്കടലിൽ നിന്നും മണ്ടോവിയിലേക്കുള്ള ആക്രമണങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോർച്ചുഗീസുകാർ ഈ കോട്ട പണിതിട്ടിരിക്കുന്നത്. ഈ റെയ്സ് മേക്കേഴ്സ് ഫോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് പനാജി സിറ്റിയാണ്, ഗോവയുടെ ക്യാപിറ്റലായ പനാജി സിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ കോട്ടയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ പനാജി സിറ്റിയുടെ നല്ലൊരു വ്യൂവും കൂടി കിട്ടുന്നതാണ്. നിരവധി ബോളിവുഡ്, മലയാളം, തമിഴ് സിനിമകൾക്കൊക്കെ ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ റെയ്സ് മേക്കേഴ്സ് ഫോർട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ എത്രമാത്രം ഭംഗിയുള്ള ഒരു കോട്ടയാണതെന്ന്. ഗോവയുടെ തനതായ സ്റ്റൈലിലുള്ള വഴികളിലൂടെയാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. പോർച്ചുഗീസ് ഗോവൻ സ്റ്റൈലുള്ള ധാരാളം കെട്ടിടങ്ങൾ റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ 15 കിലോമീറ്റർ ദൂരവും നല്ല ഭംഗിയുള്ള ഗോവൻ കാഴ്ചകളുള്ള വഴികളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. റെയ്സ് മേക്കേഴ്സ് ചർച്ചാണ് ആ കാണുന്നത്. ഒരുപാട് ബോളിവുഡ് സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ഒരു ചർച്ചാണത്. ഈ കാണുന്നതൊക്കെ കോട്ടയുടെ ഭാഗം തന്നെയാണ്. നമുക്ക് കാണാം മണ്ടോവിയുടെ തൊട്ട് കരയിൽ തന്നെയാണ് ഈ കോട്ട പണിതിട്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് ഡ്രൈവ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പോയി നോക്കുവാണ്. റെയ്സ് മേക്കേഴ്സ് എന്നുള്ളത് ശരിക്കും ഒരു പോർച്ചുഗീസ് വേർഡാണ്. 3 രാജാക്കന്മാർ അല്ലെങ്കിൽ 3 വിശുദ്ധന്മാർ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ മീനിങ് വരുന്നത്. റെയ്സ് മേക്കേഴ്സ് ചർച്ചിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ റെയ്സ് മേക്കേഴ്സ് ചർച്ച് എന്ന് പറയുന്നത് റെയ്സ് മേക്കേഴ്സ് ഫോർട്ടിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസ് വൈസ്രോയിമാരുടെയും അധികാരികളുടെയൊക്കെ ഒരു പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ റെയ്സ് മേക്കേഴ്സ് ഫോർട്ട്. ഇന്നലെ രാത്രിയത്തെ ഉറക്കക്ഷീണം എല്ലാവർക്കും നല്ലോണം ഉണ്ട്. അപ്പോൾ ആകെ 3-4 മണിക്കൂർ മാത്രമേ ഞങ്ങൾ എല്ലാവരും ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ റെയ്സ് മേക്കേഴ്സിൻ്റെ മുന്നിലെ ഒരു കടയിൽ നിന്നും ലൈം ജ്യൂസൊക്കെ കുടിച്ചു. കുറേ ദൂരം നടന്ന് കാണേണ്ടതാണ് ഈ കോട്ട. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. 50 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. അതുപോലെ ക്യാമറയ്ക്ക് 250 രൂപയാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ചർച്ചാണത്. ചെറിയൊരു കയറ്റം കയറിയാലാണ് ഇനി റെയ്സ് മേക്കേഴ്സിൻ്റെ എൻട്രൻസിൽ എത്തുക. ഒരുപാട് പോർച്ചുഗീസ് വൈസ്രോയിമാർ കടന്നുപോയ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റെയ്സ് മേക്കേഴ്സ് കോട്ടയുടെ പ്രധാന കവാടം എന്ന് പറയുന്നത്. നമുക്കിനി ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടറിയാം. മുന്നേ ഒരു തവണ ഞാനിവിടെ വന്നിട്ടുള്ളതാണ്. അന്ന് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത് ഒരു ഹാരി പോട്ടർ സിനിമയുടെ ലൊക്കേഷനിൽ എത്തിയ ഒരു ഫീലായിരുന്നു. ശരിക്കും ഇതിൻ്റെ ഉള്ളിലെ സീനറിയും അതുപോലെ ബിൽഡിങ്ങുകളൊക്കെ ഒരു ഹാരി പോട്ടർ സിനിമയുടെ ലൊക്കേഷനുമായിട്ട് നല്ല സാമ്യമുള്ളതാണ്.
ഇത്രയും നേരം ഞങ്ങൾ നടന്നത് ഒരുപാട് ചരിത്രമറങ്ങുന്ന ഒരു മണൽ ചവിട്ടിയാണ്. റെയ്സ് മേക്കോസിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളിനി റെയ്സ് മേക്കോസിൻ്റെ പടവുകൾ ഇറങ്ങി ഞങ്ങൾ മടങ്ങുവാനുള്ള പരിപാടി നോക്കുകയാണ്. 2 ദിവസത്തെ ഗോവൻ ട്രിപ്പ് അങ്ങനെ ഇവിടെ തീരുകയാണ്. ഗോവ ഞങ്ങൾക്ക് നൽകിയത് മറക്കാനാവാത്ത കുറേ ഓർമ്മകളും കുറേ അനുഭവങ്ങളൊക്കെയാണ്. അഞ്ജുന ബീച്ചിലെ വൈകുന്നേരവും പിന്നെ ബാഗ ബീച്ചിലെ നൈറ്റ് ലൈഫും റെയ്സ് മേക്കോസിലെ കാഴ്ചകളുമൊക്കെ കുറേ നാളത്തേക്കെങ്കിലും ഞങ്ങളുടെ ഓർമ്മകളിലൊക്കെ എന്തായാലും ഉണ്ടാവും. അടുത്ത് തന്നെ ഒരു ഗോവൻ ട്രിപ്പുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വന്നവരാരും ഗോവൻ കാസിനോകൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഗോവൻ കാസിനോ വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ ഞങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ തൽക്കാലം എല്ലാവരോടും ബൈ ബൈ പറയുകയാണ്.